തൃശൂർ മേയർക്കെതിരെ ആഞ്ഞടിച്ച് VS സുനിൽകുമാർ. MK വർഗീസിനെ മാറ്റണമെന്ന നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്നും VS സുനിൽകുമാർ പറഞ്ഞു. തൃശൂർ മേയർക്കെതിരെ ആഞ്ഞടിച്ച് VS സുനിൽകുമാർ. MK വർഗീസിനെ മാറ്റണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മേയർ പ്രവർത്തിച്ചത് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ്. മേയറെ മാറ്റണമെന്ന ആവശ്യം CPI CPIMനെ അറിയിച്ചിട്ടുണ്ടെന്നും അത് സംബന്ധിച്ച് LDFൽ ചർച്ച ചെയ്യുമെന്നും VS സുനിൽകുമാർ പറഞ്ഞു. ആയിരക്കണക്കിന് കോടിയുടെ വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള ഞാനിവിടെ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നടത്തിയ വികസന പ്രവർത്തനത്തെ പറ്റി പറയാതെ NDA സ്ഥാനാർത്ഥിയുടെ മഹിമയെക്കുറിച്ച് പറയാമെന്ന് പറയുന്നതാണ് NDAക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അത് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ അങ്ങനെ നിർവഹിച്ച ഒരാളെ പറ്റിയിട്ട് ഞാൻ സംശയിക്കേണ്ട കാര്യം എന്താ? അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇല്ല, ഇന്നത്തെ മീറ്റിംഗ് അതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് അല്ല. ഇന്ന് ഞങ്ങൾ വേറെ ചില കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി കൂടി മീറ്റിംഗാണ്. അത് ഞങ്ങൾ നേരത്തെ കൂടി കമ്മിറ്റിക്ക് കൂടി ചർച്ച ചെയ്ത കാര്യം ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചിട്ടുണ്ടല്ലോ അവിടെ. ഇതിപ്പോൾ മേയറുമായിട്ട് ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസമല്ല. മേയർ എന്ന് പറയുന്ന വ്യക്തി CPMൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച ആൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം സ്വതന്ത്രനായി കോൺഗ്രസ് റിബലായിട്ട് മത്സരിച്ച് ഒരു പ്രത്യേക ഘട്ടത്തിൽ രാഷ്ട്രീയ തീരുമാനമെടുത്ത് അദ്ദേഹത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയതാണ്. അതൊരു ജെൻറ്റിൽമാൻ അഗ്രിമെൻ്റാണ്. അത് അദ്ദേഹം പാലിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അദ്ദേഹം CPIക്ക് അർഹതപ്പെട്ട ഒരു വർഷത്തെ മേയർ സ്ഥാനം പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടും മേയർ വിട്ടുകൊടുക്കാതിരുന്നപ്പോഴും CPI അതിനെപ്പറ്റി ഒരു അഭിപ്രായവും അല്ലെങ്കിൽ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ പരാതി പറയുന്നതിന് കാരണം രാഷ്ട്രീയമായി ഉണ്ടായിട്ടുള്ള ഈ വഞ്ചനയാണ്. അത് ഞങ്ങൾക്കൊരിക്കലും ഒരു ഇടതുപക്ഷ മേയർ എന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചതല്ല. അദ്ദേഹം നിഷേധിച്ചാലും അദ്ദേഹം എന്തൊക്കെ തന്നെ സംസ്കൃതം പറഞ്ഞാലും ഇപ്പോൾ ഇലക്ഷൻ ജയിച്ചതിന് ശേഷം ഒരു മന്ത്രിയായി മാറിയിട്ടുള്ള ഒരാളെ സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതേത് പാർട്ടിയിൽപ്പെട്ട ഒരാൾ ജയിച്ചു വന്നാൽ ആ ജയിച്ച ഒരു ജനപ്രതിനിധിയെ മറ്റൊരു ജനപ്രതിനിധി വളരെ റെസ്പെക്റ്റോടു കൂടി അത് നല്ല വാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തെ സ്വീകരിക്കുക എന്ന് പറയുന്നത് അതൊരു സാമാന്യ മര്യാദയാണ്. അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതിന് മുമ്പത്തെ കാര്യത്തെ പറ്റിയാണ് ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്.